അളിയാ നല്ലൊരു അടിപൊളി കോളത്തുണ്ട്. ഇതുപോലൊരു ചാൻസ് ഇനി ജീവിതത്തിൽ കിട്ടത്തില്ല. അതെ സോറി കേട്ടോ, അടി കിട്ടുന്ന ഒരു ഏർപ്പാടിനും ഇനി എന്നെ കിട്ടില്ല. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. നീയാ ഞങ്ങളുടെ ലീഡർ. മുട്ട കിട്ടിയാലും അടി കിട്ടിയാലും ചെരുപ്പ് കിട്ടിയാലും അത് നമ്മൾ ഒന്നിച്ച് ഷെയർ ചെയ്യണം. അത് അളിയാ ഫ്രണ്ട്ഷിപ്പ്. അതെ അളിയന്മാരെ, എന്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഇവൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളായിട്ട് ഇവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. പുരുഷൻ കല്ലായി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇവന്റെ അമ്മയ്ക്ക് ഇവ മാത്രമേ ഉള്ളൂ. നമ്മളായിട്ട് ഗുരുവിനെ ഒരു പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുന്നത് ശരിയല്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഞാനിത് തന്നെയൊക്കെ ആലോചിക്കണായിരുന്നു. എന്ത്? ഗുരുവിന് പകരം വേറൊരു ആളെ കണ്ടെത്തണ്ടേ? വാ കീറിയ ദൈവം എന്തായാലും ഒരു മിമിക്രിക്കാരനെ കൊണ്ടുതരാതിരിക്കില്ല. എങ്ങനെയായാലും കണ്ണൂർ നടക്കുന്ന ഇന്ത്യ ടിവിയുടെ അവാർഡ് നൈറ്റിൽ നമ്മൾ മിമിക്രി കളിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നീ പോത്തെ നടത്തണം. പോത്തെ പോട്ടെ. അവാർഡ് നൈറ്റ് ആവുമ്പോ വലിയ വലിയ സിനിമാക്കാരൊക്കെ കാണൂലേ? ഉണ്ടാകുമെന്നോ? സൂപ്പർ സ്റ്റാർ ജയർ ഉൾപ്പെടെ സകല സിനിമാക്കാരും ഉണ്ടാവും. സത്യമാണോ? തള്ളു പറഞ്ഞിട്ടില്ല. അതാണ്. എങ്കിൽ 2 അടി കിട്ടിയാലും സാരമില്ല. ഈ പ്രോഗ്രാമിന് ഞാനും ഉണ്ട്. ഉറപ്പാണോ? ഒന്നുകൂടെ വിളിച്ചു നോക്ക്. പണ്ടരടങ്ങനായിട്ട് ആ ഗുരുപ്രസാദ് എന്ന വേൾഡ് ബാങ്ക് തെണ്ടിയെ 50ാമത്തെ തവണ വിളിക്കുന്നത്. ബെല്ലുണ്ട്, എടുക്കണില്ല. ഈ ഫോൺ എനിക്ക് എറിഞ്ഞ് പൊട്ടിക്കണം. വാർത്തോട്ടം എറിയല്ലേ? എന്റെ ഭാര്യ വേർത്ത് കുളിച്ച് ചോര നീരാക്കിയ കാശുകൊണ്ട് എനിക്ക് വാങ്ങി തന്ന മൊബൈൽ ഇത്. സോറിടാ, ഒരു അല്പം ലേറ്റ് ആയി പോയി. നമുക്ക് തോട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പരിപാടി കഴിഞ്ഞിട്ട് ഉടനെ കാര്യമാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്നാ അത് വേണ്ടി വരില്ല. ഒരു കാര്യം ഉറപ്പായിട്ടാ, ഈ വൃത്തിയായിട്ട കാരണം നമ്മൾ കമ്മിറ്റിക്കാരുടെ ഇടികൊണ്ട് ഓടേണ്ടി വരും. നിന്റെ ഒടുക്കത്തെ പഞ്ചരടിയാ. എടാ നീ മാത്രമല്ല പെണ്ണുങ്ങളെ കണ്ടാക്കണേ, ഞങ്ങളൊക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. എടാ ഞാനൊരു 1.5 സത്യക്രിസ്ത്യനായതേ നിന്റെ ഒക്കെ ഭാഗ്യം. അഹുന്തുക്കൾ അമ്പലത്തിൽ കയറിയാലേ വകുപ്പ് മാറും എന്നുള്ളതൊക്കെ എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ കേറി വന്ന് വെട്ടി തുണ്ടാക്കാന്. ശരിക്കും പേടിപ്പിച്ചാണോ? ചുമ്മാ ആടെ നടക്കവേ പരിപാടി. സത്യത്തിൽ നിനക്കൊക്കെ പറഞ്ഞിരിക്കുന്ന പരിപാടി ഇത് തന്നെയാ. കളിച്ച് കളിച്ച് മടുത്തു. ഇനി വേണമെങ്കിൽ കുറച്ചു നേരം നീയിരുന്നു, ഞാൻ മാറിത്തരാം. നിനക്കാ ഇത് കൂടുതൽ ഫിറ്റ്. തൽക്കാലം ഇത് നിന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ. എനിക്ക് വേറെ പണിയുണ്ട്. മുല്ലപ്പുര ഡാം പൊട്ടിയാലേ വെള്ളം കനാലിൽ കൂടെ വരിക. വേഗം ഇടാ, നിന്റെ ഒരു പൊടി പോലും. ഞാൻ സൂപ്പർ സ്റ്റാർ ജയറിനെ കാണാൻ പൊള്ളാച്ചിലേക്ക് പോവുക. എങ്ങനെ സൂപ്പർ സ്റ്റാർ ജയറിനെ ഞാൻ പൊള്ളാച്ചിയിൽ വെച്ച് കാണുന്നു. നടക്കും. സൂപ്പർ സ്റ്റാർ ജയറിനെ ഇവൻ പൊള്ളാച്ചിയിൽ വെച്ച് കാണുന്നു. എടാ, വേണമെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ചുളുവിൽ ഞാനൊരു അവസരം ഒപ്പിച്ചു തരാം. നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ വരാട്ടാ. കളി മെനക്കെടുത്താതെ പോടെ ഇറക്കാം. പിന്നെ സൂപ്പർ സ്റ്റാറിന് ഇപ്പൊ നിന്നെ കാണാനല്ലേ നേരം. ഓടിക്കാതെ പോടെ പോടെ പോടെ. അല്ലെങ്കിലും ഈ പോത്തുകളോടൊക്കെ വേദോതാമെന്ന എന്നെ വേണോ ആദ്യം തൊഴിക്കാൻ? എന്തായാലും ഇപ്പൊ നിന്റെ കൂടെ ഞാൻ വല്ല അത്രയല്ലേ ഉള്ളൂ. ഞാൻ കളി നിർത്തി. പോണ വഴിക്കാ താടി കൂടി മേടിച്ചിട്ട് പോടാ. വൃത്തിയായിട്ട് പോ. പൈന്റ് മേടിച്ചില്ലെങ്കിൽ കൊല്ലും ഞാൻ പറഞ്ഞുകളെ. ഇറ ഇങ്ങോട്ട്. കഴിഞ്ഞ കഴിഞ്ഞു. നല്ല ഷുഗർ ഉണ്ടല്ലേ? ഇടയിൽ എത്ര കാലം എന്ന് വെച്ചാണ് ഞാൻ ഇയാളുടെ മൂത്രവും കാഷ്ടമൊക്കെ ചുമക്കണത്. ഇയാൾ അഴിച്ചുവിടാൻ പാടില്ലേ? ശിവൻ ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചല്ല. ഈ അപ്പുക്കുട്ടന ആള് മണ്ടന. എന്നെ കാണാതായ പിന്നെ എന്നെ ചുറ്റിപ്പറ്റിയായിരിക്കും പോലീസും കൂട്ടരും. ഞാൻ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. നിങ്ങളറിയാത്ത ഒരുപാട് നൂലാമാലകളുണ്ട് ഈ വിഗ്രഹത്തിന് പിന്നിൽ. ഒടുവിൽ നിരപരാധികളായ നിങ്ങൾ അകത്താവും. വിഗ്രഹം ബോസും കൂട്ടരും അടിച്ചോണ്ട് പോകും. നിങ്ങള് ചത്ത് കിടക്കണ എന്റെ മൊബൈലിന്റെ ബാറ്ററി ഒന്ന് മാറ്റി നോക്ക്, അപ്പൊ അറിയാം. എന്നാ മൂത്രം ഒഴിക്കട്ടെ, അറിയണമല്ലോ എന്തായാലും. തന്നെ ഞാൻ പറഞ്ഞില്ലേ ബോസിന്റെ ആൾക്കാരാ. SS നായർ. ഞാനൊന്നും മാറി എന്നതാ. നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് ഒറിജിനൽ വിഗ്രഹം ആരും അടിച്ചു മാറ്റിയിരിക്കും. വിശ്വസിക്കില്ല. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്?
എവിടെയാണെങ്കിലും ഞങ്ങൾ സന്ധിച്ചേ മതിയാവും. ഓ കണ്ട, ഇതാ ഞാൻ പറഞ്ഞ നൂലാമാലകള്. ഒന്നുകിൽ അവർക്ക് വിഗ്രഹം വേണം, അല്ലെങ്കിൽ എന്റെ ജീവൻ വേണം. എന്നെ തുറന്നു വിട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാ. എന്നെ തേടി ആ ബോസും കൂട്ടരും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലേ? പിന്നെ ഞാൻ തന്ന പണം അത് നിങ്ങൾക്ക് ഞാൻ തന്ന സഹായധനമായി കരുതിയാ മതി. എന്നെ തുറന്നു വിട്, തുറന്നു വിടാൻ. തുറന്നു വിട്. ഈ കുരിശിന്റെ തീട്ടവും മൂത്രവും കോരാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇനി ഏതാണാവോ? ആ തുറന്നിട്ടുണ്ട്. ആ നായരേട്ടാ, 3 ചായ സ്ട്രോങ് ആയിട്ട് വേഗം ആയിക്കോട്ടെ. എന്തോ അത്ര പെട്ടെന്ന് വേണമെങ്കിലേ എന്റെ മക്കൾ വീട്ടിൽ ചെന്ന് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ചെയ്താലും വരുന്നവരെ കാത്തു നിന്നേ പറ്റൂ. എന്നാ പിന്നെ അതുവരെ ഈ പരിപ്പോടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ വേറെന്തെങ്കിലും adjust ചെയ്യ്. ഒന്നേ ഉള്ളൂടാ. അതല്ലേ എടുത്തത്. ഇവൻ ശരിക്കും എന്നുള്ളതാ ഇവൻ ഇത്. ആകെ ഒരെണ്ണം. പരിപ്പോടെ കടിമുട്ടിട്ട് വെജിറ്റബിൾസ് കുടിച്ചു പറഞ്ഞേക്കാം. എന്താണ് നായരുത്? മനുഷ്യനെ കൊല്ലാനായിട്ട് പരിപ്പോടറില്ല ആണി തിരികെ വെച്ചേക്കണം. കൃഷ്ണ ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ട് ഒരാഴ്ചയായി ചിലവരെ ഇളകിപ്പോയി ആണി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആഹാ, അപ്പൊ റിലീസ് കഴിഞ്ഞ 5-6 ദിവസം കഴിഞ്ഞ് പരിപ്പോടയിൽ തന്നെ എനിക്ക് തിന്നാത്. എന്താണ് നിന്റെ തിരുമോത്തം ഇങ്ങോട്ട് കൊണ്ടുപോകാം, അത് കാണട്ടെ. എടാ നീ എടാ പറഞ്ഞത് ഇളകി പോയ ചിലവരാണ് ഉപ്പുമാവിനകത്ത് പോയെന്ന്. ദേ ഇപ്പൊ പരിപ്പടയ്ക്കകത്ത് കിട്ടി. ഇവൻ വാ തുറന്ന നുണയെ പറയത്തുള്ളൂ. ഞാൻ നുണയൊന്നും പറയില്ല. ബാക്കി ഉണ്ടായിരുന്ന ഉപ്പാവും കൊണ്ട് പരിപ്പോട് ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിപ്പോടിലേക്ക് പോകും. അതെന്റെ കുറ്റമാണ്. സാധനം മേടിക്കാന്ന് പറഞ്ഞ പോയിട്ട് എവിടെയായിരുന്നു അത്രയും നേരം? അത് പിന്നെ ഞാനില്ലേ അമ്പലപ്പറമ്പിൽ ഭൂപതി സ്വാമിയില്ലേ ചുട്ട കോഴിനെ പറപ്പിക്കണം ഞാൻ കണ്ടുവെക്കായിരുന്നു. ഭഗവാനെ, ചുട്ട കോഴിനെ പറപ്പിക്കാൻ അയാൾ എന്താ പൈലറ്റ് അല്ലേ? സ്വാമി ചുട്ടോടിനെ പറപ്പിക്കല്ല, സ്വാമി ചുട്ടോടിനെ തിന്നും. അയാളെ കണ്ണുണ്ടറിയാമോ അയാൾ കള്ളനാന്ന്? വേണ്ട വേണ്ട വേണ്ട, സ്വാമി ആരും അങ്ങനെ കൊച്ചാക്കൊന്നും പറയണ്ട. നമ്മുടെ ചിറ്റാതി ചക്കന്റെ ഭ്രാന്ത് നിസ്സാരമായിട്ടല്ലേ സ്വാമി മാറ്റിയെടുത്തത്. ഇപ്പൊ 7 ദിവസങ്ങൾക്കുള്ളിൽ വിഗ്രഹം കണ്ടുപിടിക്കുന്ന അമ്പല കമ്മിറ്റിക്ക് സ്വാമി വാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാണാൻ പലരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു. അല്ലടാ ചെയ്താലി. ഞാൻ ഓർക്കുന്നു, ഭഗവാനെ കയ്യിലെടുക്കാനാണ് ആൾക്കാർ അമ്പലത്തിൽ പോണത്. ആ ഭഗവാനാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഒന്ന് പായടിച്ചു വെക്കണം. എന്തോ വണ്ടി വരുന്നുണ്ട്. പോലീസ് ജീപ്പാ, വന്നേ, ഓടിക്കണം, വാ. സൂക്ഷിക്കണ്ട, ഇനി ഏത് നിമിഷവും പോലീസിന്റെ കണ്ണ് നമ്മളെ മേലെ പതിയും. ആ ഭൂപതിയുടെ 3-ാം കണ്ണ് തുറന്ന പിന്നെ അത് മതി പ്രശ്നങ്ങൾക്ക്. എടാ എന്തായാലും നമുക്ക് ഈ ഭഗവാനെ കൊണ്ട് അമ്പലത്തിൽ തിരിച്ചു വെക്കാം. ഇല്ലെങ്കിൽ ഇവന്റെ ഭാവി മാത്രമല്ല നമ്മുടെ രണ്ടുപേരും ഭാവി കട്ടപ്പുകയും. എടാ നിങ്ങൾക്കറിയാലോ, അച്ഛന് വേണ്ടിയാ ഞാൻ ഈ കൃത്യമെല്ലാം ചെയ്തത്. ഒരു തരത്തിൽ ഭഗവാൻ എന്നെ രക്ഷിക്കുമായിരുന്നു. ശരി, വാ വാ, വന്നേ വന്നേ, വാ വാ. ഓ ഈ കള്ളന്മാരെയൊക്കെ സമ്മതിക്കണോട്ടാ. ആരും കാണാതെ രാത്രി കൂടി കിടക്കാന്ന് വെച്ചാലേ മിണ്ടാതിരടാ. ആ രണ്ടുപേരും വെള്ളം കൊണ്ടെടുത്ത് കല്യാണത്തിന് വന്നേക്കണ. പിന്നെ ഞങ്ങൾക്കൊന്നും കക്കലല്ലേ പണി. വാ എടാ എനിക്ക് പേടിയായിട്ട് പാടില്ലടാ. ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ലടാ, നീ പേടിക്കാണ്ടിരി. അപ്പോ നമുക്ക് ഈ വിഗ്രഹം ഇവിടെ അല്ലെങ്കിൽ ആൾത്തറയിൽ വെച്ചിട്ട് പോയാലോ? നീ എന്താണ് ഈ പറയുന്നത്? ഭഗവാൻ ഇവിടെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാനോ? എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഭഗവാനെ ഞാൻ എടുത്ത സ്ഥലത്ത് തിരിച്ചു വെക്കും. നിനക്കൊക്കെ പേടിയാണെങ്കിൽ പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അപ്പോ നീ പറയുന്നത് മനസ്സിലാക്ക്. പിടിവാശി കാണിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഈ പ്രദേശം മുഴുവൻ ഇപ്പൊ പോലീസ് നിരീക്ഷണത്തിലാ. ഈ സമയത്ത് വീണ്ടും ശ്രീകോവിൽ കയറുക എന്ന് പറയുന്ന റിസ്കാ. ഞാൻ തീരുമാനിച്ചതാ, അതെനിക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഭഗവാനെ ഞാൻ കൊണ്ടുവെക്കാം. നിങ്ങൾ രണ്ടാളും പൊക്കോ. പിടിക്കപ്പെട്ടാലും എന്നെ മാത്രമല്ലേ പിടിക്കുള്ളൂ. ഞാൻ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ പിടിക്കപ്പെടാൻ പാടില്ല. കൂടുതൽ ആലോചിച്ച സമയങ്ങളില്ല. പിടിക്കപ്പെട്ടാലും എന്താണെങ്കിലും നമ്മൾ ഒരുമിച്ച്. ആരും അറിയാൻ പാടില്ല. നീ അവിടെ നോക്കി നോക്കട്ടെ നോക്കട്ടെ. ഇത് നോക്കാൻ പറ്റില്ലടാ. വന്നേ എന്നിട്ട് പോണോ? നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഭഗവാനെ ഞാൻ ശ്രീകോവിൽ വെച്ചിട്ട് വരാം. സൂക്ഷിക്കടാ. ഞാൻ പറഞ്ഞില്ല അയാൾക്ക് ഭ്രാന്താണെന്ന്. ഞാൻ അന്നേരം പറഞ്ഞു ഏക്ക് നട്ടഭ്രാന്താണെന്ന്. ആ ഭ്രാന്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വൈഫിനെ ഒന്ന് വിളിക്കട്ടെ. ഏത് വൈഫിന്? തന്റെ വൈഫിനെ. വീടോ?
ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നത്? ഇതെന്തൊരു കഷ്ടമെന്ന് നോക്കണേ, പണ്ടാടങ്ങാനായിട്ട്. ഇവനിത് ഇവനെവിടെ നോക്കുന്നത്? താനാണോ ഒച്ച വെച്ചത്? ഞാനല്ല ഒച്ച വെച്ചത്, താനല്ല ഒച്ച വെച്ചത്. ഞാൻ ഒച്ച വെച്ചില്ലടോ. എന്നാലും ഒരു ഒച്ച കേട്ടല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ എവിടെയോ ഭൂതോ പ്രേതോ പിശാശോ ഉള്ളത് ശരിയാ. ഇവിടെ ഇരിക്കുക, ചണ്ടാലെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടത്. ആ എസ് ഐ നമ്മളെ കണ്ടോ ആവോ? ഭഗവാനെ, ഈ നായർക്ക് എന്ത് പറ്റി? എടാ അയാളുടെ വായിന്ന് തുണിയെടുത്ത് മാറ്റാ, അല്ലെങ്കിൽ ശ്വാസം പിടിച്ച് ചത്തുപോയാള്.